ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്ന പോക്കോ M2 ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതാണ് പോക്കോ M2യുടെ ബോക്സ്. ഇനി ആ ബോക്സിനകത്ത് ഒരു ബില്ലും കൂടെ ഉണ്ട്. ഈ ഫോണിൻ്റെ പ്രൈസ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചപ്പം 10,999 പ്രൈസ് ആയിരുന്നു. പുറകിൽ അതിൻ്റെ ഡിസ്പ്ലേയും പ്രോസസ്സറും ക്യാമറയുടെ ഒക്കെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ആ ബോക്സ് അൺബോക്സ് ചെയ്യാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ വേറെ ഒരു ബോക്സ് ആണ് കാണുന്നത്, എല്ലാ ഫോണിലും കാണുന്ന പോലെ തന്നെ. നമുക്ക് അതും തുറന്ന് നോക്കാം, അതിനകത്ത് എന്നൊക്കെ ഉണ്ടെന്ന് നോക്കാം. അതിനകത്തൊരു സിം ഇജക്ടർ പിന്നെ യൂസർ ഗൈഡും ആണുള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും ആ ബോക്സിനകത്തില്ല. പിന്നെ ഒരു സിം ഇജക്ടറും കൂടെ ഉണ്ട്, സിം ഇജക്ടർ പിന്നും കൂടെ ഉണ്ട്. സോ നമുക്കത് എടുത്ത് നോക്കാം. സോ അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ഫോണാണ്. ഇതാണ് നമ്മുടെ പോക്കോ M2. ഫോണിലേക്ക് വരുന്നതിന് മുമ്പ് ബാക്കി എന്തൊക്കെയുണ്ട് ബോക്സിനകത്തുനിന്ന് നോക്കാം. പിന്നെ വരുന്നത് ചാർജിങ് അഡാപ്റ്ററാണ്, സാധാ ചാർജിങ് അഡാപ്റ്ററാണ്. ഈ ഫോണിന് 18 വാൾട്ട് വരെ സപ്പോർട്ട് ചെയ്യും, പക്ഷെ അവർ സാധാ ചാർജറാണ് തരുന്നത്. വേണമെങ്കിൽ നമുക്ക് 18 വാൾട്ടിൻ്റെ അഡാപ്റ്റർ വാങ്ങിച്ച് വെക്കാവുന്നതാണ്. പിന്നെ വരുന്നത് ചാർജിങ് കേബിളാണ്, ടൈപ്പ് C കേബിൾ ആണ്. സോ ഇതൊക്കെയാണ് ഫോണിൻ്റെ ബോക്സിനകത്ത് ഉള്ളത്. സോ ഇനി നമുക്കിതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഫോൺ എടുക്കാം. സോ നമുക്ക് കവറിൽ നിന്ന് ഫോൺ എടുക്കാം. സോ ഇതാണ് പോക്കോ M2. ഈ ഫോൺ യൂനോച്ചാണ്. ഈ ഫോണിൻ്റെ കളറ് സ്ലേറ്റ് ബ്ലൂ ആണ്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അവർ പുറകിലത്തെ ഡിസൈനൊക്കെ കൊടുത്തിരിക്കുന്നത്. പുറക് പ്ലാസ്റ്റിക് ആണ്, നല്ലതായിട്ട് തിളങ്ങുന്ന ഒരു പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്, നല്ല തിളക്കമുണ്ട്. സോ ഇനി നമുക്ക് ഫോണൊന്ന് ബൂട്ട് ചെയ്യാം. പോക്കോ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും താഴെ എഴുതിയിട്ടുണ്ട്. സോ കസ്റ്റം UI MIUI 11 ഈ ഫോൺ വരുന്നത്, 12 അല്ല. പിന്നെ നമുക്ക് സെറ്റപ്പ് കംപ്ലീറ്റ് ആക്കാം. ഫിംഗർ പ്രിൻറ്റും കൂടെ ആഡ് ചെയ്യാം.
സോ ഇതാണ് പോക്കോ M2യുടെ ഹോം സ്ക്രീൻ. സോ ഇനി നമുക്ക് ഫേസ് ലോക്ക് ഒന്ന് ആഡ് ചെയ്യാം. നേരത്തെ നമ്മൾ സെറ്റപ്പിനകത്ത് ഫേസ് ലോക്ക് ആഡ് ചെയ്തില്ലായിരുന്നു. സോ ഫേസ് ലോക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫിംഗർ പ്രിൻറ്റും ഫേസ് ലോക്കും ടെസ്റ്റ് ചെയ്ത് നോക്കാം എത്രത്തോളം ഫാസ്റ്റാണെന്ന്. സോ ആദ്യമേ ഫിംഗർ പ്രിൻ്റ് തന്നെ നോക്കാം. സോ ഫിംഗർ പ്രിൻ്റ് അത്യാവശ്യം നല്ല സ്പീഡുണ്ട്. ഇനി നമുക്ക് ഫേസ് ലോക്കും കൂടെ നോക്കാം. ഫേസ് ലോക്കും നല്ല സ്പീഡുണ്ട്. സോ ഈ പ്രൈസിന് നല്ല സെൻസറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഫോണിന്. ഫിംഗർ പ്രിൻറ്റും ഫേസ് ലോക്കും നല്ലതായിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുന്നു. ഈ ഫോണിൻ്റെ താഴെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീക്കർ ഗ്രില്ലും പിന്നെ സി പോർട്ടും പിന്നെ ഡുവൽ മൈക്രോഫോണും പിന്നെ ഒരു 3.5 mm ജാക്കുമാണ് താഴെ ആയിട്ട് വരുന്നത്. മേളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ മൈക്കുണ്ട്. പിന്നെ ഒരു IR ബ്ലാസ്റ്ററും കൂടെ അവർ നൽകിയിട്ടുണ്ട്. ഈ ഫോണിൻ്റെ മൈക്രോഫോണിലാണ് ഞാൻ ഈ ഓഡിയോ മൊത്തം എഡിറ്റ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഈ ഫോണിൻ്റെ മൈക്രോഫോൺ എത്ര ക്ലാരിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വലിപ്പം 6.53 ഇഞ്ചാണ്. റെസൊല്യൂഷൻ 1080x2340 പിക്സൽസ് ആണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഡിസ്പ്ലേ IPS LCD കപ്പാസിറ്റീവ് ടച്ച് സ്ക്രീനാണ്. 16 കളേഴ്സ് ഇതിനകത്ത് ഉണ്ട്. 104.7 സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഈ ഫോൺ വരുന്നത്. കോർണിംഗ് കൊറില്ല ഗ്ലാസ് 3 ആണ് ഈ ഫോണിൻ്റെ പ്രൊട്ടക്ഷൻ. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ ക്യാമറ നോക്കാം. ഈ ഫോണിൻ്റെ ക്യാമറയിലുള്ള മോഡ് പോർട്രേറ്റ് മോഡ്, പ്രോ മോഡ്, വീഡിയോ മോഡ്, ഷോർട്ട് വീഡിയോ മോഡ്, സ്ലോ മോഷൻ മോഡ് ഉണ്ട്. സ്ലോ മോഷൻ മോഡിൽ തന്നെ നമുക്ക് സൂപ്പർ സ്ലോ ആക്കാം, സാധാ സ്ലോ ആക്കാം, ഫാസ്റ്റ് ആക്കാം, സൂപ്പർ ഫാസ്റ്റ് ആക്കാം. പിന്നെ റെഗുലർ മോഡും ഉണ്ട്. സോ ഇതിനകത്ത് കുറേ എഫക്റ്റും ഉണ്ട്. സോ ഇനി നമുക്ക് ഈ ഫോണിൽ എടുത്ത കുറച്ച് പിക്ചേഴ്സ് നോക്കാം. ഇനി നമുക്ക് ഈ ഫോണിൻ്റെ സിം കാർഡ് സ്ലോട്ട് നമുക്ക് ഓപ്പൺ ആക്കി നോക്കാം. സോ അത് ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. 2 സിമ്മും ഒരു മെമ്മറി കാർഡ് നമുക്ക് ഇടാൻ പറ്റും. രണ്ടും 4G സപ്പോർട്ട് ചെയ്യുന്ന സ്ലോട്ടാണ്. അപ്പോൾ നമുക്ക് സിം ഇട്ട് നോക്കാം. ഈ ഫോണിന് 2Gയും 3Gയും 4Gയും സപ്പോർട്ട് ചെയ്യും. ഫോണിൻ്റെ നെറ്റ്വർക്ക് സ്പീഡ് 5.76 Mbps LTE ആണ്. പിന്നെ ഈ ഫോൺ ലോഞ്ച് ചെയ്തത് സെപ്റ്റംബർ 8 2020.
ഇത് റിലീസ് ചെയ്തത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. ഈ ഫോണിൻ്റെ വെയിറ്റ് 198 gram ആണ്. പിന്നെ ഡുവൽ സിം ഈ ഫോണിന് ഇടാൻ പറ്റും. ഈ ഫോണിൻ്റെ ഫ്രെയിം പ്ലാസ്റ്റിക് ഫ്രെയിമാണ്. പിന്നെ വാട്ടർ റിപ്പല്ലൻ്റ് കോട്ടിങ്ങും ഉണ്ട്. ഈ ഫോണിൻ്റെ പ്ലാറ്റ്ഫോം നോക്കിക്കഴിഞ്ഞാൽ OSAndroid 10 ഈ ഫോൺ വരുന്നത്. MIUI 11 ആണ് ഇതിൻ്റെ കസ്റ്റം UI. ചിപ്പ് സെറ്റ് MediaTek Helio G80 ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൻ്റെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ഞാനിപ്പോൾ വാങ്ങിച്ചിരിക്കുന്നത് 6GB റാമും 64GB ഇൻറ്റേർണൽ സ്പേസുമാണ്. വേരിയൻറ്റ് 128 GB ഇൻറ്റേർണൽ സ്പേസും 6GB റാമും ഉള്ളതും അവൈലബിൾ ആണ്. മെയിൻ ക്യാമറ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്വാഡ് 13 MP പ്ലസ് 8 MP പ്ലസ് 5 MP പ്ലസ് 2 MP ആണ്. 13 MP വൈഡും 8 MP അൾട്രാ വൈഡും 5 MP മാക്രോയും 2 MP ഡെപ്ത് ക്യാമറയാണ്. പിന്നെ സാധാരണ ഫീച്ചേഴ്സ്, ഈ ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് LED ഫ്ലാഷും HDR പനോരമയാണ്. ഈ ഫോണിൻ്റെ വീഡിയോ 180pയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും 30 FPS. സെൽഫി ക്യാമറ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 MP വൈഡ്. ഈ സെൽഫി ക്യാമറയുടെ ഫീച്ചർ HDR നമുക്ക് സപ്പോർട്ട് ചെയ്യും. പിന്നെ വീഡിയോ 180p 30 FPS തന്നെ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ സൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ലൗഡ് സ്പീക്കറാണ്. 3.5 mm ജാക്ക് ഉണ്ട്. പിന്നെ വൈഫൈ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡുവൽ ബാൻഡാണ്. വൈഫൈ ഡയറക്റ്റ് ഹോട്ട്സ്പോട്ടും അവൈലബിൾ ആണ്. ബ്ലൂടൂത്ത് 5.0 ആണ്. പിന്നെ ഈ ഫോണിന് FM റേഡിയോ ഉണ്ട്. നമുക്ക് ഹെഡ്ഫോൺ കുത്താതെ തന്നെ നമുക്ക് ഇത് സപ്പോർട്ട് ചെയ്യും FM റേഡിയോ. സാധാരണ നമ്മൾ ഓണാക്കുമ്പോഴൊക്കെ ഓക്സ് കേബിളിലോട്ട് കണക്ട് ചെയ്യണമായിരുന്നു. കണക്ട് ഒന്നും ചെയ്യണ്ട, അല്ലാതെ തന്നെ ഈ ഫോണിന് ആൻറ്റിന ഉണ്ട്, അങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ ഇതിൻ്റെ USB 2.0 ടൈപ്പ് C 1.0 റിവേഴ്സിബിൾ കണക്ടറാണ്. OTG സപ്പോർട്ട് ചെയ്യും. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി നമുക്ക് നോക്കാം. നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ഈ ഫോണിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി സ്പെസിഫിക്കേഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആക്സിലോമീറ്റർ, പ്രോക്സിമിറ്റി സെൻസറും കോമ്പസും ഉണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബാറ്ററി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൈപ്പ് ലിപ്പോ 5000 mAh നോൺ റിമൂവബിൾ ബാറ്ററിയാണ്. ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ്. 18 വാട്ട് വരെ. ഈ ഫോണിൻ്റെ കളർ വേരിയൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ബ്രിക്ക് റെഡ്, പിച്ച് ബ്ലൂ, സ്ലേറ്റ് ബ്ലൂ. നമ്മൾ വാങ്ങിച്ചത് സ്ലേറ്റ് ബ്ലൂ ആണ്. സോ ഇതിൻ്റെ മോഡൽ ഒറ്റൊരെണ്ണുള്ളൂ, MZ-B9919IN ആണ്. പിന്നെ ഇതിൻ്റെ ഹെഡ് ബോഡി വെയ്റ്റ് 0.85 വെയ്റ്റ് കിലോ ആണ്. പിന്നെ ബോഡി 0.42. ഈ ഫോണിൻ്റെ പ്രൈസ് 10,999 ആണ്. 6GB 64GBക്ക്, 128GB 6GBക്ക് 12,500 rupees ഫ്ലിപ്കാർട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ
ഞാൻ 2 ദിവസം ഈ ഫോൺ ഉപയോഗിച്ച് നോക്കി, പ്രത്യേകിച്ച് കുഴപ്പമൊന്നും കണ്ടില്ല. അത്യാവശ്യം നല്ല ക്യാമറയുണ്ട്, 13 മെഗാപിക്സലാണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി വരുന്നുണ്ട് ക്യാമറയ്ക്ക്. പിന്നെ സൗണ്ടും നല്ലതാണ്, സൗണ്ട് ഔട്ട്പുട്ട് നല്ലതാണ്. പിന്നെ ഫാസ്റ്റ് ചാർജർ അഡാപ്റ്റർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. പിന്നെ ഇതിനകത്ത് പ്രീ ഇൻസ്റ്റാൾഡായിട്ട് കുറേ ആപ്സ് ഉണ്ടായിരുന്നു, അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. സോ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇഷ്ടമില്ലാത്ത അൺഇൻസ്റ്റാൾ ചെയ്ത് തരും. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം, ഈ ഫോണിന് അവർ കേസൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. കേസും നമ്മൾ വാങ്ങിക്കേണ്ടി വരും. സോ അതും ശ്രദ്ധിക്കുക. സോ ഈ ഫോണിൻ്റെ ബാക്ക് നല്ല മിനുസാണ്, കഴിഞ്ഞപ്പോൾ നല്ല ചാൻസ് ഉണ്ട്. സോ കവറിട്ട് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.